ഹലോ ഓൾ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ വ്ലോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ അതായത് കടവൂരുള്ള വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലെ ചേട്ടൻ്റെ കല്യാണമാണ്. അങ്ങനെ പറയുന്നതിനേക്കാളും കൂടുതൽ ആ ചേട്ടൻ എനിക്കിങ്ങനെ സ്വന്തം ചേട്ടനെ പോലെ തന്നെ. കാരണം നമ്മൾ ഫാമിലി അങ്ങനെയാണ്. എന്താ പറയുന്നത്, നെയ്ബേഴ്സിനേക്കാൾ കൂടുതലും നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. സോ അപ്പം എൻ്റെ ചേട്ടൻ്റെ കല്യാണം അങ്ങനെ പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എത്ര കിലോമീറ്റർ നടന്നേ പറ. സോ അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാ. വീട്ടിൽ പോകുന്നതിന് കല്യാണം മണ്ഡപം എവിടെ കിടക്കുന്നു, സ്വന്തം കാറ് സേഫ് ആക്കാനായിട്ട് എത്രയോ ദൂരത്ത് കൊണ്ടിട്ടേക്കുന്നു. അവിടം തൊട്ട് ഇവിടം വരെ എന്നെ കൊണ്ട് നടത്തിച്ച മഹാനാണിത്. ദുഷ്ടൻ. അയ്യോ, എത്ര കിലോമീറ്റർ ആയിട്ടാ പറ പറ. 1 കിലോമീറ്ററോ? തിന്നെല്ലാം തേച്ച്. പൊന്നൂസ് ഞങ്ങളോട് അല്ലായിരുന്നു വന്നത്, കാരണം ബസ്സുണ്ടായിരുന്നു. അപ്പം കുഞ്ഞയും മമ്മിയും എല്ലാവരും ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു, അപ്പച്ചി എല്ലാവരുമായിട്ട് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ പൊന്നൂസ് ഞങ്ങളോട് കയറാതെ അവരോടാണ് പോയത്. ഇതാണ് നമ്മുടെ കല്യാണ വീട്. ഞങ്ങളെക്കാൾ മുമ്പേ അവരെല്ലാവരും വീട്ടിലെത്തി. ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് കടയിലൊക്കെ കയറിയിട്ടൊക്കെയാണ് ഞാനും ചേട്ടനും വന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും കിടക്കുമായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇനിയിപ്പം വൈകിട്ടൊരു 5-5:30 ആകുമ്പം ചേച്ചിയും ചേട്ടനും അവിടെ നിന്ന് വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്നുകൂടെ അങ്ങോട്ട് പോകണം. അതിനു മുമ്പ് ചായയൊക്കെ ഇട്ട് കുടിച്ച് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. ചേച്ചി വിളക്കൊണ്ട് അകത്ത് കയറുന്ന സമയത്ത് വീഡിയോ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തോ വിചാരിച്ച കണക്കല്ല, എനിക്ക് എന്തായാലും ഒരു അവസരം കിട്ടി എടുക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ എടുക്കാൻ പറ്റി എന്തായാലും.
അപ്പോൾ അവർ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ക്രിസ്മസിൻ്റെ അന്നായിരുന്നു കല്യാണം ആയത് കാരണം ഞങ്ങൾക്ക് പകൽ എന്തായാലും ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ രാത്രി ക്രിസ്മസ് ആഘോഷിക്കാം. അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് ആര് കട്ട് ചെയ്യും എന്നുള്ളൊരു ഡിസ്കഷനിൽ കുഞ്ഞിക്കൊരു സജഷൻ പറഞ്ഞു. ഇപ്പം നിലവിൽ ഈ കൂട്ടത്തിൽ പ്രായം കൂടിയ ആൾ മീൻസ് പപ്പയാണ് കേട്ടോ, അതുപോലെ തന്നെ പ്രായം കുറഞ്ഞ ആളായ പൊന്നൂസും നമ്മൾ കട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. വിചാരിച്ചതിനേക്കാളും നല്ലൊരു ക്രിസ്മസ് ഡേ ആയിരുന്നു ഒന്ന്. കാരണം എന്താ പറയുന്നത്, പകൽ ഫുൾ കല്യാണം, അതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് പേര് മിസ്സിങ് ആണ് ഈ കൂട്ടത്തിൽ. പക്ഷെ എന്നാലും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വന്നപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് കുറച്ചുകൂടെ സന്തോഷം വന്ന വേറൊന്നുമല്ല, ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, മിക്ക ഫാമിലി ഫങ്ഷൻസിനും, അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഇപ്പം നീണ്ടാറിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവിടുത്തെ ഓരോ ഫങ്ഷൻസിന് വീഡിയോസിന് ഇട്ടിട്ടുണ്ട്. അതിലൊന്നും ചേട്ടൻ അധികം ഇല്ല. എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ജോലി അങ്ങനത്തതാണ്. അപ്പം ആള് പുറത്തോട്ടൊക്കെ പോകുന്ന കൂട്ടത്തിലാണ്. അപ്പം മിക്ക ഫങ്ഷൻ വരുമ്പോഴും ചേട്ടൻ അങ്ങനെ പുറത്തോട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ടായിരുന്നു ചേട്ടനെ. ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും ഇല്ല ഈ വീഡിയോയിൽ, പക്ഷെ എന്നാലും ഉള്ളൊരു സന്തോഷം തോന്നുന്നുണ്ട്. നല്ലതുപോലെ എന്തായാലും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ചേട്ടനും കൂടെ നിന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പം ഇത് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞയും പിഞ്ചിയും അന്ന് തന്നെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചേട്ടനും അന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകണം, കാരണം തൊട്ടടുത്ത ദിവസം ആൾക്ക് ജോലിക്ക് കയറേണ്ടതാ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് കുഞ്ഞയും പിഞ്ചിയും വീട്ടിൽ കൊണ്ടാക്കാം, ചേട്ടൻ കൊണ്ടാക്കും. പക്ഷെ ഞാനും വിചാരിച്ചു ചുമ്മാ കൂട്ടത്തിൽ കയറി പോവാം, കാരണം പൊന്നൂസ് ഉറങ്ങി ആ സമയത്ത്. അപ്പം ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഞങ്ങൾ 2 പേരും കുഞ്ഞേയും പിഞ്ചിയും വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം തിരിച്ച് ചേട്ടൻ എന്നെ വീട്ടിലാക്കിയതിന് ശേഷമാണ് ചേട്ടൻ വർക്കലിലോട്ട് പോയത്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. തൊട്ടടുത്ത ദിവസമായിട്ടുള്ള റിസപ്ഷൻ ഡേ ആണ് ഇന്ന്.
അപ്പം ഒറ്റ വീഡിയോ ആക്കാമെന്നങ്ങ് വിചാരിച്ചു. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം രണ്ടും കൂടി അങ്ങ് ഒറ്റ വീഡിയോ ആക്കി ഇടാമെന്ന്. തൊട്ടടുത്ത ദിവസമായിരുന്നു റിസപ്ഷൻ. അപ്പോൾ റിസപ്ഷന് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 വീഡിയോ ആക്കുന്നതിനേക്കാൾ നല്ലതും ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം റിസപ്ഷൻ സമയത്ത് എനിക്ക് ഒരുപാട് അങ്ങനെ പകൽ സമയത്തൊക്കെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം എന്തായാലും ഇടുന്നതല്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് എന്താ പറയുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് പോട്ടെന്ന് കരുതി. ഇവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊന്നൂസ് നമ്മളാരെയും വേണ്ട. അവരുടെ കൂടെ തന്നെ ആയിരുന്നു ഫുൾ. നല്ല സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തായാലും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പൊന്നൂസിൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാന്താരി നിന്ന് തന്നില്ല. ഫുൾ ഇല്ല എന്താ പറയുന്നത്, വല്ലപ്പോഴും ആണല്ലോ മോളിങ്ങനെ ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമായിട്ട് ആൾ ഫുൾ ഓട്ടവും ചാട്ടവും ബഹളമൊക്കെ ആയിരുന്നു. വൈകിട്ട് ഒരു 5 മണിക്കാണ് റിസപ്ഷൻ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം എനിക്ക് തോന്നുന്നു 7 മണി 7:30 ആയെന്ന് തോന്നി ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ പകുതി ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡാൻസ് കാണാം. ചേട്ടൻ്റെ അനിയത്തിയും ഫ്രണ്ട്സും ചേർന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത്രത്തോളം ഓഡിയോളാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ കുറച്ച് ബാക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് അവരുടെ ഡാൻസ് നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം.
അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. വീട്ടിലോട്ട് പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.